ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മുടെ കുക്കിംഗ് വ്ളോഗോ അങ്ങനെ വീട്ടിലെ കാര്യങ്ങളൊന്നുമില്ല. ഇന്ന് ഞാൻ ഒരുങ്ങി റെഡിയായി നിൽക്കുകയാണ്. ഇനി അച്ചായി അമ്പലത്തിൽ നിന്ന് വരണം. എന്നിട്ട് നമ്മൾ പുറത്തോട്ട് പോകുന്ന ചെറിയ പരിപാടികളൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതിന് എന്തൊക്കെയാണെന്ന് അങ്ങോട്ട് പോകുന്ന വഴിക്ക് പറയാം. പിന്നെ കാത്തിരുന്ന് അച്ചായി വേണ്ട അമ്പലത്തിൽ നിന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ വേണ്ട പോകാനായിട്ട് പോകുകയാണ്. നമ്മുടെ സ്കൂട്ടർ കൂട്ടനെയും കൂട്ടിയിട്ട് നമ്മൾ യാത്ര തിരിക്കുകയാണ്. പട്ടാള കുരിശടി എന്ന് പറഞ്ഞ കൊല്ലത്തെ അത്ഭുത പള്ളിയിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അധികം ആർക്കും അറിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഈ പള്ളിയിലേക്ക് പോകുന്ന വഴിയാണ് ഞാൻ നിങ്ങൾക്ക് ആദ്യം പറഞ്ഞു തരാൻ പോകുന്നത്. കൊല്ലത്ത് വി പാർക്കിന്റെ മുകളിലൂടെ പോകുന്ന ഒരു റോഡ് ഉണ്ട് കേട്ടോ, മുകൾ റോഡ്. ആ റോഡിലൂടെ നമ്മൾ പോകുമ്പോഴത്തേക്ക് കോൺഗ്രസ് ഭവന്റെ പുറകിലായിട്ടാണ് ഇത് വരുന്നത് കേട്ടോ. റെയിൽവേ ലൈനിന്റെ ഇപ്പുറത്തെ വശത്തായിട്ടാണ് ഇത് വരുന്നത്, നമ്മുടെ പട്ടാള കുരിശടിയെ. അപ്പോൾ അവിടെ കോൺഗ്രസ് ഭവന്റെ അടുത്തോടെ പോകുമ്പോഴത്തേക്ക് വലത്തെ സൈഡ്, രണ്ട് വലത്തെ സൈഡ് കാണും. അതിൽ രണ്ടാമത്തെ വലത്തെ സൈഡിലോട്ട് പോകുമ്പം പട്ടാള കുരിശടി പള്ളി നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് അറിയത്തില്ലെങ്കിൽ കോൺഗ്രസ് ഭവന്റെ അവിടെ എത്തിയിട്ട് ആരുടെ അടുത്ത് ചോദിച്ചാലും മതി പട്ടാള കുരിശടി എവിടെയാണേ. ഇനി ഈ പള്ളിയിലെ നേർച്ചകളാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. ഇവിടെ നിന്ന് പറഞ്ഞാൽ 13 ചൊവ്വാഴ്ചയാണ് നമ്മൾ ഈ പട്ടാള കുരിശടി വന്ന് നമ്മുടെ ഏത് ആഗ്രഹമാണോ സാധിക്കേണ്ടത് അത് പറയേണ്ടത്. ആദ്യം തന്നെ നമ്മൾ പള്ളിയിലേക്ക് വരുമ്പോഴത്തേക്കും മെഴുകുതിരി വെക്കുന്ന ആൾക്കാരുണ്ട്. അവരുടെ കയ്യിൽ നിന്ന് ഒരു കെട്ട് മെഴുകുതിരി മേടിക്കുക. ഒരു കെട്ട് മെഴുകുതിരിയുടെ വില എന്ന് പറഞ്ഞാൽ 10 രൂപയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലൊരു നോട്ടീസ് ഇരിക്കുന്ന കണ്ടോ, അതൊരു പ്രാർത്ഥനയാണ് കേട്ടോ. ആ പ്രാർത്ഥന നമ്മൾ ആ മെഴുകുതിരി മേടിക്കുന്ന ചേച്ചിമാരുടെ കയ്യിൽ കാണും. ആ പ്രാർത്ഥനയുടെ നോട്ടീസ്, ഇതാണ് ആ പ്രാർത്ഥന കേട്ടോ. അപ്പോൾ ഈ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് വേണം ആ മെഴുകുതിരി നമ്മൾ അവിടെ കത്തിക്കേണ്ടത്. മെഴുകുതിരി ഒരു കെട്ട് അതുപോലെ അങ്ങ് കത്തിച്ചങ്ങ് വെച്ചിരുന്നാൽ മതി കേട്ടോ. അപ്പോൾ 13ാമത്തെ ചൊവ്വാഴ്ച നമ്മൾ ഇവിടെ വരുമ്പോഴത്തേക്ക് ആ ചൊവ്വാഴ്ച നമ്മൾ ഇവിടെയുള്ള ഭക്തജനങ്ങൾക്ക് ചെറിയൊരു ലഘു ആഹാരം പ്രസാദമായി നമ്മൾ തന്നെ കൊടുക്കണമേ. അത് ബ്രെഡ് ആവാം, അങ്ങനെയുള്ള എന്ത് സാധനങ്ങൾ, ബ്രെഡ്, കേക്ക്, നമുക്ക് ഇഷ്ടമുള്ള എന്തും ആവാമേ. അതിനെപ്പറ്റി ഞാനൊരു അമ്മാമയുണ്ട്, അമ്മാമ എടുത്ത് ചോദിക്കുകയാണ് കേട്ടോ. എങ്ങനെയാണ് നമ്മൾ നേരത്തെ ചെയ്യേണ്ടത്? നേരത്തെ ചെയ്യേണ്ടത് 13 ആഴ്ച വരണം. അപ്പം വന്നത് 13 ആഴ്ച. അത് അതിനിടയ്ക്ക് പോയിട്ട് നിങ്ങൾ തിരിവഴിച്ച് കത്തിക്കുന്നത് നിങ്ങളുടെ ഇഷ്ടം. ആ 13 ആഴ്ചയും വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ച് വീട്ടിൽ നിന്ന് നമുക്ക് പടിയൊക്കെ ചെയ്യാം. അത് കഴിഞ്ഞ് നമുക്ക് എന്താവശ്യം വെച്ചാൽ നമ്മൾ പ്രാർത്ഥിക്കുക. നമ്മളെ ഇതെല്ലാം 13 ആഴ്ച ആകുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും നിവൃത്തിയുള്ളൂ. നിങ്ങൾക്ക് എന്തോ ആഗ്രഹം കഴിയുന്നത്, നമ്മൾക്ക് എന്ത് കൊടുക്കാൻ ആഗ്രഹം, ഉണ്ണിയപ്പം വരും, കേക്ക് വരും, നെയ്യപ്പം വരും, മഞ്ഞ് വരും, ബ്രെഡ് വരും, പായസം വരും, നമുക്ക് ഇഷ്ടമുള്ളത് പാല് കാട്ടിക്കൊണ്ടുവരും. ഇങ്ങനെ പല രീതികളാണ്. പട്ടാള കുരിശടി എന്ന് പറഞ്ഞ ഈ പള്ളിയിലെ കാര്യങ്ങൾ ഞാൻ കുട്ടിക്കാലം മുതലേ കേൾക്കുന്നതാണ്. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എൻ്റെ അമ്മയുടെ സ്ഥലം കൊല്ലത്തെ മരുത്തടിയിലാണ് കേട്ടോ. അപ്പോൾ അമ്മയുടെ വിവാഹത്തിന് മുമ്പ് തന്നെ അമ്മയും അമ്മയുടെ കൂട്ടുകാരികളും ഒക്കെ സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരുന്ന ഒരു പള്ളിയാണ്. അപ്പം ഞാനും എനിക്ക് സമയം കിട്ടുമ്പോൾ ഇടയ്ക്ക് ഇവിടെ വന്ന് പ്രാർത്ഥിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അമ്മ പറയുന്ന കണക്ക് തന്നെ നമ്മുടെ ഏത് ആഗ്രഹങ്ങളും 13 ചൊവ്വാഴ്ച ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നടക്കുമെന്നാണ്. ആ 13ാമത് ചൊവ്വാഴ്ച നമുക്ക് ഇഷ്ടമുള്ള എന്ത് ലഘു ആഹാരങ്ങളും